നിങ്ങൾ എത്ര പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നവരാണ്? എന്നാൽ ഈ ന്യൂ ഇയറിൽ നിങ്ങളുടെ റെസൊല്യൂഷനായിട്ട് നമ്മുടെ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ്സിനായിട്ടുള്ള ഒരു സെൽഫ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീവാമ്പിംഗ് പ്രോഗ്രാം ആയാലോ? നമസ്തേ, ദോസ് ഹു ആർ ന്യൂ ഹിയർ, ഐ എം ഡോക്ടർ സൂസൻ കർദത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ദി അണ്ടിൽ നൗ ആൻഡ് ഹെൻസ്ഫോർത്ത് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ നല്ല പ്രയോജനമുള്ള റെസൊല്യൂഷൻസ്, നല്ല പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് പ്രത്യേകിച്ച് അണ്ടിൽ നൗ ഹെൻസ്ഫോർത്ത് അല്ലെങ്കിൽ ഇതുവരെ ആൻഡ് ഇനി മുതൽ, ഇതുവരെ എങ്ങനെയായിരുന്നു, ഇനി മുതൽ ഇനി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സസൈസാണ് ഇത് ഡെവലപ്പ് ചെയ്തതും ടെസ്റ്റഡ് ചെയ്തതും ഞാൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ആൻഡ് ടെസ്റ്റഡ് ബൈ ഡോക്ടർ സൂസൻ. അപ്പം നമുക്ക് ആ എക്സസൈസിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് നോക്കാം. ഇത് മെയിനായിട്ട് നമ്മുടെ ഒരു സെൽഫ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ റീവാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് ഇതുവരെ, ഇതിന് ശേഷം, ഇതുവരെയുള്ളതും ഇതിന് ശേഷവും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ പല വേദാസി എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പണ്ട് മുതലുള്ള പ്രാക്ടീസിലുള്ള മെയിനായിട്ടുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാര എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ്, പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കുക. സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻ, അതായത് നിലനിർത്തുക. ആൻഡ് എലിമിനേറ്റ് എന്ന് പറയുന്നതാണ് സംഹാര എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമുക്കിതിനകത്ത് സൃഷ്ടി എന്താണെന്ന് നോക്കാം. ആ സൃഷ്ടി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ അണ്ടിൽ നൗ ഹെൻസ്ഫോർത്തും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ന്യൂ ഇയറിൽ, ഈ 2026 നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2025 ഡിസംബർ വരെ നമ്മൾ ഇനി ഏത് ഏജിലുള്ളവരായാലും ശരി, ജസ്റ്റ് 1 ഇയറിൻ്റെ ഒന്നും അല്ല നോക്കണ്ടേ, ഏത് ഏജിലുള്ളവരായാലും ശരി, അവർ അത്രയും വർഷത്തിൽ, ചിലപ്പോൾ നമ്മൾ 20 വർഷമായിരിക്കും ജീവിച്ചത്, അല്ലെങ്കിൽ 25 ആയിരിക്കും, നമ്മൾ 50 ആയിരിക്കും, 60 ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഈ 2025 വരെയുള്ള എൻ്റെ ലൈഫിനെയാണ് ഞാൻ നോക്കുന്നത്. അണ്ടിൽ നൗ, ഇതുവരെയുള്ള എൻ്റെ ജീവിതം, അതാണല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജീവിതം. അതിനെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. അണ്ടിൽ നൗ ഉള്ള ജീവിതത്തിനെ പറ്റി നല്ല ക്ലാരിറ്റി എനിക്കുണ്ടായിരിക്കും. നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ആ ക്ലാരിറ്റിയും ആ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവയർനെസ് എല്ലാം നമുക്കുണ്ടായിരിക്കണം. ഞാൻ എന്താ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ ലൈഫ് ഇത് എന്താണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നു, അതോ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ലേ, അതോ ഞാൻ എൻ്റെ രീതിക്കാണോ ജീവിക്കുന്നത്, അതോ ആരുടെയെങ്കിലും വേറെ ആരുടെയെങ്കിലും രീതിക്കാണോ ജീവിക്കുന്നത്, ഞാൻ റിലേ ചെയ്യുന്നത് എൻ്റെ മുകളിലാണോ അതോ ചാൻസിൻ്റെ മുകളിൽ, അതായത് ലക്ക്, ദൈവാനുഗ്രഹത്തിൻ്റെ മുകളിലാണോ, അതോ മറ്റുള്ള ആളുകൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്നും പറഞ്ഞിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ. എൻ്റെ ബുദ്ധിയുടെ എത്ര ശതമാനം ഞാൻ യൂസ് ചെയ്യുന്നു, എൻ്റെ ടാലൻസ്, എൻ്റെ എബിലിറ്റീസ്, എൻ്റെ കേപ്പബിലിറ്റീസ്, എൻ്റെ റിസോഴ്സസ്, എൻ്റെ സ്കില്ലുകൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നതാണ് അണ്ടിൽ നൗ, അതായത് ഇതുവരെ. അതിനുശേഷം ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻസ്ഫോർത്ത്, ഇതിന് ശേഷം അങ്ങോട്ട്, അതായത് ഇനി 2026 മുതൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് ഇനി മുതൽ, അതായത് ഹെൻസ്ഫോർത്ത്. അപ്പോൾ അണ്ടിൽ നൗ ഹെൻസ്ഫോർത്ത് എന്ന് പറയുന്ന ഇതുവരെ, ഇനി മുതൽ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 2026 ഞാൻ കടക്കുമ്പോൾ എൻ്റെ ജീവിതം ഇനി പടിപടിയായിട്ട് എങ്ങനെ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ്സിൻ്റെ ബേസിസിൽ പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മളുടെ ലൈവിൽ പറഞ്ഞിരുന്നത് പോലെ, നമ്മുടെ ന്യൂ ഇയറിൻ്റെ ലൈവിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ, നമ്മുടെ ലൈഫിൽ പാസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളൂ. പാസ്റ്റാണ് എല്ലാം, അതായത് ഇന്നലെ, എൻ്റെ ഇന്നലകളാണ് എൻ്റെ ഇന്നിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രൊക്ലെയിം ചെയ്യുന്നത്. എൻ്റെ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും ക്രെഡൻഷ്യൽസും ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഇന്നലകളിലാണ്. അപ്പോൾ അതെൻ്റെ ഡേറ്റയാണ്. അപ്പോൾ ആ ഡേറ്റ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിനെ നോക്കണം. അപ്പോൾ അണ്ടിൽ നൗ ഹെൻസ്ഫോർത്തിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ലൈഫിൽ എന്താണ് പുതിയതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് എൻ്റെ സൃഷ്ടി. അതായത് വാട്ട് ഈസ് ദ ന്യൂ തിങ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് എൻ്റെ പാസ്റ്റിലെ ഡേറ്റ നോക്കുമ്പോൾ ഇതെനിക്കില്ല. ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഡേറ്റ, നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ്, ഇനി മുതൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ, എൻ്റെ ആസ്പിറേഷൻ, എൻ്റെ ഗോൾസ്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ ആ സംതിങ് ന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ റിലേഷൻഷിപ്പ്, പലരും എൻ്റെ ലൈഫിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് എന്നെ യൂസ് ചെയ്യുന്നു, അല്ലെ എന്നെ മിസ്യൂസ് ചെയ്യുന്നു, ചില സമയത്ത് ഞാൻ അബ്യൂസസ് ഒക്കെ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അണ്ടിൽ നൗവിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും ഒത്തിരി സ്ഥലത്ത് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ,
ഇവിടെ ഞാൻ ഇനി മുതൽ എൻ്റെ ബൗണ്ടറീസിനെ വളരെ എഫക്റ്റീവായിട്ടും പ്രാക്ടിക്കലായിട്ടും ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ബൗണ്ടറീസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ഇതുവരെ എനിക്കതില്ലായിരുന്നു. പാസ്റ്റ് ഡേറ്റ നോക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ദെയർ, സോ ഐ എം ക്രിയേറ്റിംഗ് ഇൻ. എന്നിട്ട് ഞാൻ ഇതുവരെ നോ എന്നും പറഞ്ഞിട്ടില്ല. പല നോൺസസും ഞാൻ ടോളറേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നോ പറയുന്നത് ശീലിക്കുകയും ഞാൻ എൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതായിരിക്കും ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ദൈവം ഞാൻ തന്നെയാണ്. ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാനാണ് നിലനിർത്തവും ഞാനാണ് എലിമിനേറ്റ് ചെയ്യും. സൃഷ്ടി, സ്ഥിതി, സംഹാര, ഇത് മൂന്നും ഞാൻ തന്നെയാണ്. എൻ്റെ ഈ ഭൂലോക ജീവിതത്തിൽ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും. അപ്പം നമുക്ക് സൃഷ്ടി എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സ്ഥിതിയിലേക്കാണ്. അപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നോക്കുമ്പോൾ നന്നായിട്ട് പോകുന്നു, ഇതിനി മുമ്പോട്ട് പോയാലും എനിക്ക് വളരെ നല്ല കാര്യമാണ്, എനിക്ക് പ്രോഗ്രസ് ഉണ്ടാവും, എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, എൻ്റെ പീസൊക്കെ അതുപോലെ തന്നെ നിൽക്കും. നമ്മുടെ ഇൻറ്റേർണൽ പീസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ക്രിസ്മസ് മെസ്സേജിൽ ലോകത്തിൻ്റെ പീസ് അല്ല, നമ്മുടെ പീസാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് ലോകത്തിലേക്ക് വന്നോളും. നമ്മൾ പീസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതും പീസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ, ചില ഗുഡ് എലമെൻറ്റ്സ് ഞാൻ നോക്കുമ്പോഴത്തേനും ഞാൻ ചെയ്യുന്നുണ്ട് ലൈഫിൽ. അത് എനിക്ക് നല്ല പ്രയോജനകരമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പാസ്റ്റ് ഡേറ്റാസൊക്കെ നോക്കി എൻ്റെ ഫ്യൂച്ചർ ആസ്പിറേഷൻസിലേക്കൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗുഡ് പ്രാക്ടീസസ് ഇൻ മൈ ലൈഫ്. അതായത് എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ 30% ഓഫ് ദ ഏണിങ് എന്താണോ ഞാൻ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 30% ഞാൻ സേവ് ചെയ്യാറുണ്ട് എല്ലാ മാസവും. അതെനിക്ക് മുമ്പോട്ടും അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന എൻ്റെ ഒരു നല്ലൊരു സ്വഭാവമാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ക്യാരക്ടർ, ഒരു ഗുഡ് ബിഹേവിയറാണ്. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ ആക്ഷനെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തും. എവറി മന്ത് ഞാൻ അങ്ങനെ സേവ് ചെയ്യുന്നത് ഞാൻ ഇനി മാറ്റുന്നത് അങ്ങനെ തന്നെ നിന്നു പോക്കട്ടെ. അതെനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ സൃഷ്ടി മനസ്സിലാക്കി, നമ്മൾ സ്ഥിതി മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തത് പോകുന്ന സംഹാരയിലേക്കാണ്. അതായത് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എങ്കിലേ, ഞാനിപ്പോൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കാരണം എനിക്ക് ചിലത് കിട്ടാതായിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ ലൈഫ് വരാതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ വന്നു, ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ആസ്പിറേഷൻ്റെ ഗോൾസ് കിട്ടണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ സൃഷ്ടിക്കുന്നത് പോലെയും നിലനിർത്തുന്നത് പോലെയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നത്. അതാണ് ചില അൺവാണ്ടഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആയിരിക്കാം, ചില ടൈം വേസ്റ്റേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ പാസ്റ്റ് ഡേറ്റ അഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചില ഹാബിറ്റ്സും നമ്മുടെ ചില ടൈം വേസ്റ്റേഴ്സും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നു. അത് ചിലപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കൊടുക്കേണ്ട നമ്മുടെ ടൈം ചിലപ്പോൾ നമ്മൾ എക്സസൈസ് സ്ക്രീൻ ടൈം കൊണ്ട് നമ്മുടെ കയ്യിൽ ആ ടൈമിനെ വേസ്റ്റായിട്ട് നമ്മൾ കറയാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഞാൻ ഇതിനെ എൻ്റെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ സ്ലോലി എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കും. സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് ഈസ് എ വെരി ഗുഡ് വൺ. അപ്പം നമ്മൾ അങ്ങനെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നമ്മളെ ഒന്ന് നല്ല രീതിയിലാക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് എക്സസീവായിട്ടുള്ള എൻ്റെ സ്ക്രീൻ ടൈം ഞാൻ ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അണ്ടിൽ നൗ ഹെൻസ് ഫോർത്ത് എന്ന് പറയുന്ന എക്സസൈസ് അത് നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് നമ്മളുടെ തന്നെ കോൺഷ്യസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്ത് ജീവിതം ആഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ്. അപ്പോൾ നമ്മുടെ ഈ അണ്ടിൽ നൗ ഹെൻസ് ഫോർത്ത് അല്ലെങ്കിൽ ഇതുവരെ ഇനി മുതൽ അങ്ങനെ ചിന്തിച്ചാൽ ഇതുവരെ ഇങ്ങനെയായിരുന്നു, ഇനി മുതൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ദൃഢമായ തീരുമാനം നമ്മളിൽ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് അബ്യൂസ് ഫ്രീ ആയിട്ടും ഒക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ പലരും പല കാര്യങ്ങളും പല രീതിയിലും, ചിലപ്പോൾ അത് ചാൻസ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റു ആളുകളായിരിക്കാം, അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അല്ല നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എന്തൊക്കെയോ പിടിപ്പുകേട് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരുന്നത്, അല്ലെങ്കിൽ പല രീതിയിലും നമ്മളൊന്ന് കൺസ്ട്രെയിൻഡ് ആയി പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുക. അണ്ടിൽ നൗവിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതുവരെ എങ്ങനെയായിരുന്നു, ഈ 2025 ഡിസംബർ 31 വരെ എങ്ങനെയായിരുന്നു എന്ന് നോക്കുക.
അതിനുശേഷം ഇനി 2026 മുതൽ അങ്ങോട്ട് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഹെൻസ് ഫോർത്ത് അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ, അതുപോലെ ഇതുവരെ ഇനി മുതൽ, അണ്ടിൽ നൗ ഹെൻസ് ഫോർത്ത്, ഈ എക്സസൈസ് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ലൈഫ് നടക്കണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നടക്കേണ്ട ഒരു കാര്യമാണ് സൃഷ്ടിസ്ഥിതി സംഹാര. ഇത് നമ്മുടെ ലൈഫിൽ, അതായത് ക്രിയേറ്റ്, സസ്റ്റെയിൻ ആൻഡ് എലിമിനേറ്റ്, ഇത് നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസീവായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കെല്ലാവർക്കും ഈ പീസും ഹാപ്പിനെസ്സും പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക തന്നെ ചെയ്യണം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.